നെയ്മർ, താങ്കളെക്കുറിച്ച് എന്ത് പറയണമെന്നോ എന്ത് എഴുതണമെന്നോ ഇന്ന് എനിക്കറിയില്ല. കാരണം പരിക്കുകൾ പൂർവ്വതാകാരം നിന്നെ വലിഞ്ഞു മുറുക്കുമ്പോൾ കാൽപന്ത് ലോകം നിരാശയിലാണ്. ഒരു തവണയെങ്കിലും പരിക്കില്ലാത്ത നെയ്മറിന്റെ അധ്യായത്തിനായി കാത്തിരിക്കുന്ന ആരാധകരെയും തുകൽപന്തിനെയും ഇത്രമേൽ നിരാശപ്പെടുത്തിയ ഒരു താരവും ഉണ്ടാവുകയുമില്ല. പ്രതിഭയുടെ കാര്യത്തിൽ മറ്റേത് താരത്തെയും മറികടക്കാൻ ശേഷിയുണ്ടായിട്ട് പോലും പരിക്കുകൾ കൊണ്ട് മാത്രം പ്രായമിങ്ങനെ അക്കങ്ങളായി മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ തന്റെ പ്രതിഭയോട് നീതി പുലർത്താൻ സാധിക്കാതെ അയാൾ വീണ്ടും ഒരു ഓവർ റേറ്റഡ് പ്ലെയറായി മാറുകയാണ്. വർഷം 2015 നെയ്മർ ബാർസയ്ക്ക് വേണ്ടി പന്ത് തട്ടിയ സമയം ജപ്പാനീസ് സയന്റിസ്റ്റുകൾ നെയ്മറെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: അയാളുടെ തലച്ചോറിൽ മറ്റെന്തോന്ന് പ്രവർത്തിക്കുന്നുണ്ട്. കാരണം കാലുകളിൽ കടന്നു കൂടുന്ന സ്കില്ലിന് അയാളുടെ തലച്ചോറിന്റെ ഒരു ഭാഗം തന്നെ അയാളെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നു. വാസ്തവത്തിൽ അതായിരുന്നു നെയ്മർ. വലങ്കാലിൽ വിസ്മയഗീതം തീർത്ത് എതിർ കോട്ടകളെ നിരായുധരാക്കിയും ജോഗോ ബോയിന്റെ താളത്തെ ഗ്രൗണ്ടിൽ നടപ്പാക്കിയും ഒരു ചെറുപുഞ്ചിരിയോടെ എതിരെ വരുന്ന ടാക്ലിങ്ങിന് നേരിട്ടും മുന്നോട്ട് പോയ നെയ്മർ ഇന്ന് കാൽമുട്ടിലെ ലിഗ്മെന്റിനുണ്ടായ പൊട്ടൽ കാരണം ഗ്രൗണ്ടിനോട് വിട പറഞ്ഞിട്ട് ദിവസങ്ങൾ ഏറെയായി. നെയ്മർ, നീയില്ലാത്ത ബ്രസീലിയൻ ടീം കപ്പിത്താനില്ലാത്ത കപ്പൽ പോലെ ആടിയുലയുമ്പോൾ തീരത്തൊടിപ്പിക്കാൻ നിനക്കല്ലാതെ സാധിക്കില്ല എന്ന ഉത്തമ ബോധത്തോടെ നിൽക്കുന്ന ആരാധകരെ വീണ്ടും നിരാശപ്പെടുത്തി 2024 കോപ്പ അമേരിക്ക പന്തിടുമ്പോൾ മഞ്ഞ ചാലിച്ച ജെയ്സിൽ എതിരാളികളുടെ ആത്മവിശ്വാസം തല്ലിക്കെടുത്താൻ ബ്രസീലിയൻ ടീമിന്റെ കരുത്തായി പ്രവർത്തിക്കാൻ നീ ഉണ്ടാകില്ലെന്ന വാർത്ത ഞങ്ങളെ ഏറെ നിരാശപ്പെടുത്തുന്നു. നെയ്മർ, വേദന കൊണ്ട് പിടയുന്ന നിന്റെ ഓരോ ദൃശ്യങ്ങളും ഞങ്ങളെ ഏറെ സങ്കടത്തിലായിട്ടുന്നുണ്ട്. ലോക ഫുട്ബോളിൽ ഒരു പക്ഷേ പരിക്കുകൾ കൊണ്ട് ഇത്രമേൽ പ്രയാസമനുഭവിച്ച വേറൊരു താരവും ഉണ്ടാവുകയില്ല. നേടാൻ ഒരുപാട് നേട്ടങ്ങൾ മുന്നിലുണ്ടായിട്ട് പോലും അതെല്ലാം പരിക്കുകളുടെ പേരിൽ മാത്രം അർഹതപ്പെട്ട നേട്ടങ്ങൾ കൈപ്പാടകളെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നെയ്മർ എന്ന ദ മോസ്റ്റ് അൺലക്കിസ്റ്റ് പ്ലെയർ ഇൻ ഫുട്ബോൾ ഹിസ്റ്ററി എന്ന നാമം ഒരു വേർപാടായി മാറുകയാണ്. മെസ്സിക്കും റൊണാൾഡോക്കുമിടയിൽ ഒരു ബ്രസീലുകാരന്റെ ഫോട്ടോ കാണുമ്പോൾ അതിശയത്തോടെ ഇത് ആരാണെന്ന് ചോദിക്കുന്ന പുതുതലമുറക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. 14 തവണ വാരിയലുകൾ പൊട്ടി 29 ദിവസം അത്യാസന്ന നിലയിൽ, തുടയിലെ ഇന്നർ മസിൽ വലിഞ്ഞു മുറുകി കാലനക്കാൻ കഴിയാതെ ആശുപത്രി കിടക്കയിൽ, ഇടതുകാലിന്റെ ആംഗിളുകൾ തെറ്റി സർജറിക്ക് വിധേയനായി ആശുപത്രി കിടക്കയിൽ ചെലവിട്ടത് 212 ദിവസം, ഒടുവിൽ കാൽമുട്ടിലെ ലിഗ്മെന്റിലുണ്ടായ പൊട്ടൽ കാരണം ഗ്രൗണ്ടിനോട് വിട പറഞ്ഞത് 194 ദിവസം. എന്നിട്ടും ആരാധകരുടെ പ്രിയപ്പെട്ടവനായിരുന്നു നെയ്മർ എന്ന്. ലവ് യു നെയ്മർ ആൻഡ് ഗെറ്റ് വെൽ സൂൺ.